എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജനുവരി 30. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പല എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ശ്രദ്ധിച്ചു. ഇന്ന് ആരും അത് പറഞ്ഞു കണ്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റേറ്റസിലിട്ടിരുന്നു, FB പേജിലിട്ടിരുന്നു. ഇന്നത്തെ ദിവസം ആയിരുന്നു 1948 മഹാത്മാഗാന്ധി മതഭ്രാന്തൻ അയാളുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അന്നത്തെ കാലത്തെ ഇൻ്റലിജൻസിൻ്റെ കഴിവനുസരിച്ച് കണ്ടുപിടിച്ചിരുന്നതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഒരു മതഭ്രാന്തൻ തന്നെയാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. അപ്പോൾ പറയാൻ വന്നത് ഇതാണ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ, വീട്ടിൽ 2 ന്യൂസ് പേപ്പർ ഉണ്ട്, മാതൃഭൂമിയും ടൈംസ് ഓഫ് ഇന്ത്യയും. ഫ്രണ്ട് പേജിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അത് സ്ഥാനം പിടിക്കേണ്ടതാണ്. ചിലപ്പോൾ നാളെ ഒരു ചിത്രത്തോടു കൂടി ചിലപ്പോൾ വരാം. ഇന്ത്യയിലെ പരമോന്നത സെലിബ്രിറ്റികൾ ഫോട്ടോഷൂട്ടിന് പേര് കേട്ട സെലിബ്രിറ്റി ഉണ്ടല്ലോ, അവരൊക്കെ ആ സെലിബ്രിറ്റികളൊക്കെ പുഷ്പാർച്ചന നടത്തി ഇതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നമുക്ക് നാളെ കാണാൻ സാധിക്കും. ഇന്ന് ചിലപ്പോൾ ന്യൂസ് ചാനലിൽ, ഓൺലൈൻ ചാനലുകളിൽ എവിടെയെങ്കിലും കണ്ടിരിക്കാം. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാനൊന്നും ഓൺ ചെയ്ത് നോക്കിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത് മുങ്ങിപ്പോകാനുള്ള മറ്റൊരു കാരണം അത് അജിത് പവാർ യാത്ര ചെയ്ത വിമാനം പൊട്ടിത്തെറിച്ചുണ്ടായ ആ അപകടം അതായിരുന്നു 2 പത്രങ്ങളുടെയും മുൻ പേജിൽ. അപ്പോൾ മറ്റു പലതിനും പ്രാധാന്യം കൊടുത്തപ്പോൾ ഗാന്ധിജിയെ അറിയാതെ മറന്നു പോയതാവാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തോ ഇതിനൊക്കെ തമ്മിലെന്തോ കണക്ഷൻ വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല, കൂടുതലൊന്നും പറയാൻ പാടില്ല. നമ്മൾ ആരെയും സംശയിക്കാൻ പാടില്ല, അല്ലേ? ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. എല്ലാം നന്നായി വരട്ടെ. താങ്ക് യു.